ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കോറിന്തോസ് 10-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. അടുത്തായിരിക്കുമ്പോൾ പൗലോസ്ലീഹ എപ്രകാരമാണെന്നാണ് കോറിന്തോസുകാർ കരുതുന്നത്? എ. ശാന്തശീലൻ, ബി. ജഡികൻ, സി. വിനീതൻ, ഡി. ശക്തൻ. ഉത്തരം സി. വിനീതൻ. ചോദ്യം 2. അകലെയായിരിക്കുമ്പോൾ പൗലോസ്ലീഹ എപ്രകാരമാണെന്നാണ് കോറിന്തോസുകാർ കരുതുന്നത്? എ. സൗമ്യൻ, ബി. കോപിഷ്ഠൻ, സി. തൻ്റേടി, ഡി. ധീരൻ. ഉത്തരം സി. തൻ്റേടി. ചോദ്യം 3. 2 കോറിന്തോസ് 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതയായി പറയുന്നതെന്ത്? എ. സ്നേഹവും സഹനവും, ബി. സൗമ്യതയും ശാന്തതയും, സി. വിനയവും കാരുണ്യവും, ഡി. ശക്തിയും വാത്സല്യവും. ഉത്തരം ബി. സൗമ്യതയും ശാന്തതയും. ചോദ്യം 4. ചിലർ അപ്പസ്തോലന്മാരെ എന്തായി കരുതുന്നുവെന്നാണ് ശ്ലീഹ പറയുന്നത്? എ. ജഡികന്മാരായി, ബി. ആത്മീയരായി, സി. ധീരന്മാരായി, ഡി. ഭീരുക്കളായി. ഉത്തരം എ. ജഡികന്മാരായി. ചോദ്യം 5. അപ്പസ്തോലന്മാരെ ജഡികന്മാരായി കാണുന്നവരെ എങ്ങനെ നേരിടാമെന്ന ആത്മവിശ്വാസമാണ് ശ്ലീഹായ്ക്കുള്ളത്? എ. സൗമ്യമായി, ബി. ശാന്തമായി, സി. ധീരമായി, ഡി. ശക്തിയായി. ഉത്തരം സി. ധീരമായി. ചോദ്യം 6. അപ്പസ്തോലന്മാർ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല അവർ നടത്തുന്നത്. എന്തുകൊണ്ട്? എ. സമരായുധങ്ങൾ ആത്മീയമാണ്, ബി. സമരായുധങ്ങൾ ജഡികമല്ല, സി. സമരായുധങ്ങൾ ദൈവികമാണ്, ഡി. സമരായുധം വചനമാണ്. ഉത്തരം ബി. സമരായുധങ്ങൾ ജഡികമല്ല. ചോദ്യം 7. ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും അപ്പസ്തോലന്മാർ തകർക്കുകയും എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടി? എ. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്, ബി. സുവിശേഷത്തിനു വേണ്ടി, സി. ആത്മീയ മനുഷ്യനാകേണ്ടതിന്, ഡി. സ്വർഗീയരാകാൻ. ഉത്തരം എ. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്. ചോദ്യം 8. തങ്ങളുടെ എന്തിനെപ്പറ്റി കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ തനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. ക്ലേശങ്ങൾ, ബി. സഹനങ്ങൾ, സി. അധികാരങ്ങൾ, ഡി. നേട്ടങ്ങൾ. ഉത്തരം സി. അധികാരങ്ങൾ. ചോദ്യം 9. എങ്ങനെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി തന്നെ കണക്കാക്കരുതെന്നാണ് ശ്ലീഹ പറയുന്നത്? എ. പ്രസംഗത്തിലൂടെ, ബി. പ്രവൃത്തിയിലൂടെ, സി. പ്രബോധനത്തിലൂടെ, ഡി. ലേഖനത്തിലൂടെ. ഉത്തരം ഡി. ലേഖനത്തിലൂടെ. ചോദ്യം 10. പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എപ്രകാരമുള്ളതാണെന്നാണ് ചിലർ പറയുന്നത്? എ. അശക്തവും മനസ്സിലേശാത്തതും, ബി. ഈടുറ്റതും ശക്തവും, സി. ഗ്രഹിക്കാൻ പ്രയാസമുള്ളവ, ഡി. ഭയപ്പെടുത്തുന്നവ. ഉത്തരം ബി. ഈടുറ്റതും ശക്തവും. ചോദ്യം 11. പൗലോസ്ലീഹയുടെ ശാരീരിക സാന്നിധ്യം എപ്രകാരമുള്ളതാണെന്നാണ് ചിലർ പറയുന്നത്? എ. ശാന്തവും സൗമ്യവും, ബി. അശക്തവും ഭാഷണം മനസ്സിലേശാത്തതും, സി. ശക്തവും വ്യക്തവും, ഡി. ശക്തവും കൃപ നിറഞ്ഞതും. ഉത്തരം ബി. അശക്തവും ഭാഷണം മനസ്സിലേശാത്തതും. ചോദ്യം 12. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ആര്? എ. അഹങ്കാരികൾ, ബി. ആത്മപ്രശംസ നടത്തുന്നവർ, സി. ജഡികർ, ഡി. അസൂയാലുക്കൾ. ഉത്തരം ബി. ആത്മപ്രശംസ നടത്തുന്നവർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 13. അഭിമാനിക്കുന്നവർ ആരിൽ അഭിമാനിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. കർത്താവിൽ, ബി. ക്രിസ്തുവിൽ, സി. ദൈവത്തിൽ,
ഡി അപ്പസ്തോലന്മാരിൽ? ഉത്തരം എ കർത്താവിൽ. ചോദ്യം 14 പൂരിപ്പിക്കുക. തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് ഡാഷ്. എ ഭാഗ്യവാൻ, ബി അനുഗ്രഹീതൻ, സി സ്വീകാര്യൻ, ഡി വിശുദ്ധൻ. ഉത്തരം സി സ്വീകാര്യൻ. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോരുത്തരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.